എന്താ എന്റെ വീടാ, ഇവിടെ ഒരു പട്ടിയും പഠിക്കും. സൂക്ഷിച്ച് നടക്കും. വീട് ഇനി പൊക്കോളില്ലേ? ഞാൻ പോട്ടെ. കുട്ടി വീട് പോവാ. ഒറ്റണവിടെ നിൽക്കരുത്. എന്നനുസരിക്കാത്ത ഒറ്റണവിടെ നിൽക്കരുത്. അടക്കപ്പുറത്ത് വേണം. വിളിക്കുമ്പോ നാശങ്ങളും ഇവിടെ വന്ന് നിൽക്ക. പുറത്തു പോവാന്നാ പറഞ്ഞത്. പുറത്തു പോ. ഒറ്റണം ഇവിടെ നിൽക്കരുത്. അഹങ്കാരികള് തള്ളയുടെ സ്വഭാവം എന്നോട് എടുത്താലുണ്ടല്ലോ, പഠിപ്പിക്കും ഞാൻ. അച്ഛാ, ദയവ് ചെയ്ത് ഞങ്ങളൊന്ന് കൊന്നുതരൂ. പറഞ്ഞാണ്ടല്ലോ. അപ്പോ അച്ഛനെ പറഞ്ഞതൊക്കെ ആവാലേ? എന്ത് പറഞ്ഞടി? ഇതിന് മറുപടി ഇപ്പൊ ഞാൻ പറയണില്ല. രാത്രി വരട്ടെ, തരാം ഞാൻ. എന്താ വാസേട്ടാ ഒറ്റയ്ക്ക് പറയണത്? ഏയ് ഒന്നുമില്ല, കുട്ടിയോട് പറഞ്ഞതാ. ഒന്ന് വേഗം വാ. കുറച്ച് താവാസേട്ടാ, ഞാനും പിടിക്കാം. പിടിക്കടി. നോക്കി ഇറങ്ങും വാസേട്ടാ. ഒന്ന് പതുക്കെ നടക്കടി. നേരം വൈകിട്ടോ. ഈ മൂദേവിയാ നമ്മുടെ അച്ഛൻ ഇങ്ങനെ വഷളാക്കി. നമ്മുടെ അമ്മ മരിക്കാനും കാരണം ഇവളോ? ഞാൻ അങ്ങനെ തന്നെ വിളിക്കൂ. എന്റെ അമ്മ എന്നല്ലല്ലോ ആഫ്രീഗ്രാം. അല്ല, എന്തിനപ്പ അവളെ പറയണേ? എന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. വാസുവേട്ടാ, എന്താ ഒറ്റയ്ക്ക് ഓരോന്നിങ്ങനെ ഇരുന്ന് പറയണേന്ന്? അവളൊരു ശൃംഗാരം. പനിക്കണുണ്ടല്ലോ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. നമുക്ക് ആശുപത്രി പോവാട്ടോ. ഹലോ. വേണട്ടാ, എന്താണ്? ഒരു വണ്ടി വിളിച്ചു വിടൂ. എന്തിനാണ്? കുട്ടികൾക്ക് പനിയാ, ആശുപത്രി കൊണ്ടുപോകാനാ. അപ്പൊ അവരുടെ അച്ഛൻ്റെ അവിടെ? അച്ഛൻ പണിക്ക് പോയി. ആണോ? വണ്ടി ഞാൻ പറഞ്ഞേക്കാം. എന്നാ ശരി. കരയണ്ടാട്ടോ.
ശ്രദ്ധിച്ച് നടക്കൂട്ടോ മക്കളെ. ആ വരുന്നു. കണ്ടാ ഓന്റെ വരവ് കണ്ട. എന്ത് കോലാത്? എന്തായാലും ഉദ്ദേശം ആള് നല്ല വെള്ളത്തിലേക്കാം. എന്താ എല്ലാവരും കൂടി? ഓരോരുത്തരെ കാണണമെങ്കിൽ വന്നല്ലേ പറ്റൂ. എന്താ കാര്യം? കുട്ടികളെ ആശുപത്രിയിലാടോ. കുട്ടികളോ? ഏത് കുട്ടികള്? തന്റെ കുട്ടികള്. ആ അമ്മായി കണ്ടില്ലാച്ച. ഓനോട് ഒന്നും ഉപ്പ പറഞ്ഞിട്ട് കാര്യമില്ല. ഓന്റെ പണ്ടേ കേറൂല. അവ നിൽക്കുന്ന ഉപ്പ് കണ്ട. എന്തുണ്ടായാലും അവറ്റകളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവറ്റകളുടെ തന്തയാണെന്നുള്ള വിചാരം അവർക്കില്ല. അങ്ങനെ പറയരുത്. തന്റെ മക്കളല്ലോ അവര് പാവങ്ങള്. നിങ്ങളൊക്കെ അവരെ ഭാഗമല്ല പറയോ? നിങ്ങൾക്ക് പാവന്ന് തോന്നച്ചാ നിങ്ങളെ കൊണ്ടുപോയി നോക്കിക്കോ. ഇന്നലെ രാത്രി മുഴുവൻ മഴയത്ത് കിടത്തിയിട്ട് പനി പിടിപ്പിച്ചു. കിടുകിടുക പറക്കണ പനി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. റബ്ബുൽ ആലമീനായ തമ്പുരാനെ. ഇവന്റെ കളിക്കൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പോവാ. ഏയ് നിക്ക്, ഞാനുണ്ട്. ആ എന്നാ വാ. പറ്റണൊക്കെ പോവാ. നല്ല അയലക്കാര്. എന്താ തന്റെ പരിപാടി? എന്റെ പരിപാടി നന്നായി ഒന്ന് കിടന്നുറങ്ങണം. കുറെ വിദേശികള് വാസുവിനോടെ കളി. എന്താ വാസു ഇതൊക്കെ കഥ? ഈ ജിന്ന് നന്നാവുക. ഞാനിപ്പോ എന്താ വേണ്ടേ? അവരുടെ തന്തല്ലേ ഞാൻ. അപ്പൊ പിന്നെ തല്ലും ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. ആർക്കപ്പ ഇത്ര ദണ്ണം? കുട്ടികളെ ഓർത്തിട്ടാ. എന്തിനാ കുട്ടികൾ ഓർക്കണത്? നിങ്ങളെ കുട്ടികളൊന്നല്ലല്ലോ. ആണോ? കുട്ടികളാണത്ര. എന്നാ കൊണ്ടുപോയി നോക്കണോ? അവരൊക്കെ പൊന്നുപോലെ നോക്കാനേ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. അതിനൊക്കെയാണ് ഈ അനാഥാലയങ്ങള്. അവിടെ വരെ എത്തിയോ കാര്യങ്ങള്? ഇത് എന്റെ തീരുമാനമല്ല, ആ കുട്ടികളുടെ തീരുമാനങ്ങളാ. അത് ശരി. അവരാരെ കൊണ്ടുപോയാച്ചാ അവര് തന്നെ കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരില്ല. എനിക്ക് അവരോട് കാര്യമില്ല. ഞാൻ അവരുടെ തന്തയല്ല. അതിപ്പോ നായയുടെ പാല് 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞിട്ടേ ഇരിക്കും എന്ന് പറഞ്ഞ മാതിരിയായി. ശരി, എന്നെ ശരി. വേദാന്തം പറഞ്ഞ് നേരം കളയണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതന്നെ. ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഓരോരുത്തർ വന്നോളും. അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. മോളകത്തേക്ക് പോയിക്കോ. കുട്ടികളെ ഇവിടെ ആക്കണ്ട. ഒന്നുകിൽ നിങ്ങൾ കൂടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. എന്നാലും കുട്ടികൾ ഭക്ഷണം കഴിക്കട്ടെ. നല്ലൊരമ്മ നോക്കാണ്ട് കൊന്നു കളഞ്ഞതിന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ ഗതി വരുമോ? എനിക്കും വയസ്സായി വരിക. എനിക്ക് എന്തേലും വന്നാ ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എന്നാ സങ്കടപ്പെടണ്ട. അതിനു മുമ്പ് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടികളെ നമുക്ക് എത്തിക്കണം. എന്നാ പിന്നെ മരിച്ചു പോണടുത്ത് എനിക്കൊരു സമാധാനമായി. വയറ് നിറയെ കഴിച്ചോളൂ, എന്നാലും ക്ഷീണം മാറുമോ. എന്നിട്ടേ അമ്മായിയുടെ കൂടെ പോരും. ഇവിടെ നിന്നാലേ ആ ഒരുമ്പെട്ടോ നിങ്ങളെ കൊല്ലും. ശരി അമ്മായിയെ, നിങ്ങളുടെ അമ്മയെ കൊന്ന മാതിരി അച്ഛൻ ഞങ്ങളെയും കൊല്ലു. അപ്പോ നമ്മുടെ അമ്മേനെ ശരിക്കും കൊന്നതാ അച്ഛൻ? അപ്പോ സൂക്കട് വന്നിട്ടല്ലേ? അമ്മയ്ക്ക് സൂക്കടുണ്ടായിരുന്നു. എന്നാലും അച്ഛൻ
നോക്കാതെ കൊന്നു. സൂക്കേട് വന്ന അച്ഛൻ തിരിഞ്ഞു നോക്കില്ല. അത് കണ്ട് പണിക്കൂ. പാവല്ലേ ചേച്ചി നമ്മുടെ അമ്മ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരിക. ആറ് വയസ്സുകാരിയെ 52 വയസ്സുകാരൻ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മരം വെട്ടുമ്പോൾ പണിക്കാരൻ മരത്തിൽ നിന്ന് വീണ് മരിച്ചു. ഞാനൊന്ന് വായിച്ചു നോട്ടെ. പേപ്പറും ഞാൻ തരും. അത് കഴിഞ്ഞിട്ട് തരാ പഹയ. ഉള്ളിലത്തെ പേപ്പർ മതി. ഒരു പേജ് തായോ, ബാക്കി പുറത്ത് നിങ്ങൾ വായിച്ചോളി. ഒരു പേജ് കാട്ടിയേ, നിങ്ങൾ ബാക്കി വായിച്ചാൽ മതി കേട്ടോ. ഞാനൊന്ന് വായിക്കട്ടെ. മയക്കുമരുന്ന് കൊടുത്ത് വിദ്യാർത്ഥിയെ പിടിച്ചു. MDMA പിടിച്ചെടുത്തു. ഇനിയും പ്രതികളെ പിടിക്കാനുണ്ട്. പോലീസ് തലത്തിൽ ഊർജിതം. എന്തൊക്കെയാണ് നാട്ടിൽ നോക്കാം. നിർത്ത്. ഓ, നീ പറഞ്ഞത് ഒന്ന് ചെയ്തപ്പോ ഓനക്കണ്ടല്ലോ തൂക്കിക്കൊല്ലണം. ഈ ദുനിയാവിലൊക്കെ ഇല്ലെങ്കിൽ നാട്ടിലേക്ക് വിട്ടേരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാ മൂസാക്ക? അല്ല കരിക്കല്ലെന്ന് എറിഞ്ഞോട് കൊല്ലണമെന്ന്. അല്ലാണ്ട് അവരിങ്ങനെ നിന്നൊരു നിങ്ങൾക്ക് എല്ലറിയാനൊക്കെ നിങ്ങളൊന്ന് നിർത്തി. ആനക്കത് പറയാം. ആനക്ക് വന്നാലേ ആനക്ക് കൊള്ളുള്ളൂ. എന്താണ്ടോ നാട്ടിൽ നടക്കണ എന്തേലും അറിയാൻ എനിക്ക്. എന്തിനാ മൂസാക്ക വെറുതെ വായിലെ വെള്ളം പറ്റിക്കണം? എന്റെ റബ്ബേ, ഈ TV മൊബൈലും വന്നേ പിന്നെ തമ്മിലും മുണ്ടാണ്ടായി ആളുടെ. നമ്മളൊന്നും മുണ്ടുന്നില്ലേ. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നമ്മുടെ തൊള്ളക്കാകും കുറ്റം. എന്റെ മൂസക്ക, നിങ്ങളൊരു ആകാശവാണി കേട്ടോ. ഈ ഇത്തരത്തിലൊക്കെ പോയാലേ ചിലവരുടെ എന്താ പത്രത്തിലും TV-യിലൊക്കെ കാണും. എനിക്കിടേ വേണ്ട. ഓന് പോള കൂടെ ആ കുട്ടികളെയും കുടുംബവും നോക്കണ്ടേ. അവിടെ പോയി ഞാൻ ഡ്രസ്സ് വേണ്ടേ? അത് വേണം. നീ പോകുമ്പോ എടുക്കാം. അമ്മായി ഇനിയിപ്പോ എന്താ ചെയ്യണം? അമ്മായി ഇവരവിടെ ആക്കിയിട്ട് പോരും. അത് ശരി. അതിലൊക്കെ ശരിക്കും പൂട്ടിയില്ല മോളെ. ആ എന്നാ പോവാം. ആ പോവാ. കുട്ടികളൊപ്പം വന്നോളൂ കേട്ടോ. എന്താ വാസു ഈ ചുമ? എണീക്ക്, ഇത്തിരി ചൂടുവെള്ളം കുടിക്കും. ചേച്ചി, വേണേട്ടനോടൊന്ന് വരാൻ പറയോ? എനിക്കെന്റെ കുട്ടികളെ കാണാൻ തോന്നുക. ഓ പറയാം, നീ വെള്ളം കുടിക്കും. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന വാസു? ഇപ്പൊ ആരുണ്ട് കഷ്ടപ്പെടാൻ? ഈ ഉള്ളോട് മാത്രം. ഇനി അധിക കാലം എന്ത് ശല്യം ഉണ്ടാവില്ല ചേച്ചി. ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നല്ലൊരു തടി
കുടിച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലേ, അതുമാതിരി അവളെ നോക്കാതെ. വിഷമം കൊണ്ട് പറഞ്ഞതാ. ചേച്ചിയെ, ആരാ അവിടെ? ഞാനാ വേണു. ആ, വേണേട്ടനോ? ആ, 100 ആയുസ. ചേച്ചിയോട് വേണേട്ടനെ കുറിച്ച് പറഞ്ഞ് നാവിടെത്തുള്ളൂ. എന്താ എന്നെ പറ്റി പറഞ്ഞേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതൊരു മണ്ടത്തരാവും. മുഴുവൻ പറയൂ. എന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ മക്കളൊന്ന് കാണിച്ചു തരൂ. എന്റെ മക്കളെ ഒന്ന് കാണിച്ചു തരൂ. വഴിയുണ്ടാക്കാം. നല്ലൊരാഗ്രഹല്ലേ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ. ഇനി അവരുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാൻ നോക്കൂ. അവരുടെ അമ്മയെ നോക്കാത്തതും മക്കളെ വേണ്ട മാതിരി നോക്കാത്തതും ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്കറിയാം. അതിനൊക്കെ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇനിയെങ്കിലും മക്കളെ കൂട്ടി ഒന്നിച്ച് ജീവിക്കുക. കഴിഞ്ഞതൊക്കെ മറക്കുക. ഇപ്പോഴാടോ താനൊരു മനുഷ്യനായത്. എനിക്ക് അവരുടെ കൂടെ 2 ദിവസമെങ്കിലും, അല്ലെങ്കിൽ വേണ്ട, ഒരു നേരെങ്കിലും കഴിഞ്ഞാ മതി. അതിനെന്നെ അനുവദിക്കണം. ഞാൻ പോട്ടെ വാസു. ഇതിലൊരു മനംമാറ്റം ഉണ്ടായില്ലോ അവന്. മാത്രം പറഞ്ഞു. അതെ അതെ, നടക്കട്ടെ. നോക്കിയിട്ട് കേറും മക്കളെ. അമ്മായി മക്കള് വാ. ഇരിക്കു വേണം കേട്ടോ. ആ, ഒന്നടത്തേക്ക് വാ മക്കളെ. അച്ഛനൊന്ന് കണ്ണു നിറയെ കാണട്ടെ. വാ. മടിക്കണ്ട മക്കളെ, നിങ്ങളുടെ അച്ഛനാ വിളിക്കണം. ചെല്ലു. അടുത്തേക്ക് വാ മക്കളെ, ഇങ്ങടുത്തേക്ക് വാ. എന്റെ പൊന്നു മക്കളെ, അച്ഛനെന്നെ ദ്രോഹിക്കില്ല, ഒരിക്കലും ദ്രോഹിക്കില്ല. എന്റെ റബ്ബേ, ഇങ്ങനെ കാണാൻ കഴിയില്ല. ചേച്ചി, അതെടുക്ക്. മക്കളെ, ഇത് നിങ്ങളുടെ അമ്മയുടെ പേരിലുള്ള ഈ വീടിന്റെ ആധാരം. ഇനിത് നിങ്ങൾക്കാ, ഇനിത് നിങ്ങളുടെ വീടാ. എവിടേക്കും പോകണ്ട, എവിടേക്കും.